പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് മേരിയും ജോസഫും ഒരു ഇൻ്റെ അത് പോയി. ഇവിടെ ഇംഗ്ലീഷിൽ ഇന്ന് വഴി കിടക്കുന്നു. അതേപോലെ തന്നെ ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ അകത്ത് വരുമ്പോഴും ഇവിടെ ബ്രോഡ് ഹിം ഇൻ ടു ആൻ ഇൻ. ഓക്കെ, നമ്മൾ ഇനിയും ഇതിൻ്റെ ഗ്രീക്കോ ഇത് നോക്കാൻ പോവാം. അതെ, ഇൻ ലൂക്കോസ് കറ്റലൂമ. ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗസ്റ്റ് റൂം അല്ലെങ്കിൽ ലോഡ്ജിങ് കറ്റലൂമ. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പോഴും പണ്ടഖിയോൻ, ഇവിടെ വരുമ്പോഴും സെയിം തിങ്. പക്ഷേങ്കിൽ അവിടെ ഇനി നമ്മൾ ഇതിൻ്റെ ഡിക്ഷണറിയിലെ മീനിങ് പോവാം. കറ്റലൂമ വരുമ്പം ഒരു ഗസ്റ്റ് റൂം ഇന്നായിട്ട് വരും. അതേസമയം പണ്ടഖിയോൻ്റെ വരുമ്പം എ പബ്ലിക് പ്ലേസ്, ഹോട്ടൽ പോലുള്ള. പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ ആയിരിക്കത്തില്ല. നമ്മൾ ആ സമയത്തെ രീതി ചിന്തിക്കണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഗസ്റ്റ് റൂം. അപ്പം അത് മാത്രമല്ല, പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സെയിം അവിടെ ഗസ്റ്റ് റൂമിൻ്റെ അകത്ത് സ്ഥലം ഇല്ലാത്ത വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം അപ്പം ഇവർ മേഞ്ചറിൽ പോകാനുള്ള കാര്യം. ഇവിടെ മേഞ്ചർ ലേഡി മീനെ മേഞ്ചർ, ബിക്കോസ് അവിടെ പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം റീജിയൻ ദർ വാസ് ഷെപ്പേർഡ് ഔട്ട് ഇൻ ദ ഫീൽഡ്. ഒരു ആടുകളൊക്കെ ആ സമയത്ത് വെളിയിൽ കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെതർ നല്ലതായിരിക്കണം. മഴക്കാലത്ത് ഡിസംബറിലാണെന്നുണ്ടെങ്കിൽ മഴക്കാലമാണ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ക്രിസ്മസിന് അഗൈൻസ്റ്റായിട്ട് അതൊന്നുമല്ല. നിങ്ങൾ ക്രിസ്മസ് ആചരിക്കുമോ ഇല്ലയോ അതെൻ്റെ വിഷയമല്ല. ഈ ബൈബിളിലെ എന്തോ നമ്മൾ ആൾക്കാർ റോങ് വേ ചിന്തിച്ചിരിക്കുന്നത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. റോങ് സമയത്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഷെപ്പേർഡ് ആടുമായിട്ട് വെളി കാണുന്നുണ്ടെങ്കിൽ ആ സമയം ഡിസംബർ ആകാൻ പറ്റത്തില്ല, അതിന് മുമ്പേ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ.